കോഴിക്കോട് ആരാധകർക്കിടയിലേക്ക് രജനീകാന്തിന്റെ മാസ് എൻട്രി. ചെറുവണ്ണൂരിലെ സുദർശൻ ബംഗ്ലാവിൽ നടക്കുന്ന ജയിലർ 2 ഷൂട്ടിന് എത്തിയപ്പോഴാണ് വഴിയരികിൽ കാത്തുനിന്ന ആരാധകരെ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് അഭിവാദ്യം ചെയ്തത്. സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ തലൈവർ സൂപ്പർ താരം രജനീകാന്ത് ബേപ്പൂരിന്റെ മണ്ണിലൂടെ കൺമുന്നിലൂടെ തങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങിയ ആ രംഗം അത് കണ്ട് ജനങ്ങൾ ആർപ്പു വിളിച്ചു, തലൈവ ദളപതി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലറിന്റെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിനായാണ് സ്റ്റൈൽ മന്നൻ കോഴിക്കോട് എത്തിയത്. ബേപ്പൂർ ചെറുവണ്ണൂർ റോഡിലെ സുദർശൻ ബംഗ്ലാവും പഴയ ഓട്ട് കമ്പനിയുമാണ് പ്രധാന ലൊക്കേഷൻ. 25 ദിവസത്തോളമാണ് ഇവിടെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. ഞായറാഴ്ചയാണ് രജനീകാന്ത് ചിത്രീകരണത്തിനായി കോഴിക്കോട് എത്തിയത്. ശനിയാഴ്ച വരെ താരം ഇവിടെയുണ്ടാകും. കടവ് റിസോർട്ടിലാണ് താമസം. കനത്ത സുരക്ഷാ സന്നാഹത്തോടെയാണ് ജയിലർ 2 ചിത്രീകരണം. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണയും അടക്കമുള്ള പ്രമുഖർ സിനിമയുടെ ഭാഗമാകുമെന്നാണ് സൂചന. മലയാളി താരങ്ങളായ സുരാജ് വെഞ്ഞാറമൂട്, സുനിൽ സുഖത, കോട്ടയം നസീർ, ലിച്ചി അന്നാരാജൻ എന്നിവരും ജയിലർ 2 അഭിനയിക്കുന്നുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ 600 കോടിയിലേറെ കളക്ഷൻ നേടിയ ചിത്രമാണ് ജയിലർ. ആ സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗം കേരളത്തിലാണ് ചിത്രീകരിച്ചത് എന്നതിൽ മലയാളി സിനിമാ പ്രേമികൾക്കും അഭിമാനിക്കാം. മുത്തുവേൽ പാണ്ഡ്യനായി സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.